ഒരു ക്രിസ്തുവിശ്വാസിയായ യുവാവ് ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസതീക്ഷ്ണത ഉണ്ടാവണമെന്നില്ല. ജോലിയുടെ സമ്മർദ്ദം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും അയാളെ എത്തിച്ചേക്കാം. എന്നാൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരാരാധനാ ചാപ്പൽ നിർമ്മിക്കുകയും ആവശ്യമെങ്കിൽ വിശ്വാസികളായ തൻ്റെ ജീവനക്കാർക്ക് ഏതു സമയത്തും ആ ചാപ്പലിൽ പ്രാർത്ഥിക്കുവാനുള്ള അനുമതിയും നൽകിയിരിക്കുകയാണ്. പോളണ്ടിലെ എക്കോ വിൻഡോസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ മെറ്റ്സൂസ് ക്ലോസെക്കാണ് ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അവർ ലേഡി ഓഫ് ദ റോസറി എന്ന പേരിലുള്ള ഈ ചാപ്പലിലേക്ക് സ്ഥാപനത്തിലെ ജീവനക്കാർ മാത്രമല്ല ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായവരും ചെറുപ്പക്കാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഓരോ ദിനത്തിലും ഈ ചാപ്പലിലെത്തി പ്രാർത്ഥിക്കാറുണ്ട്. പോളണ്ടിലെ പുലോവ് വനത്തിൻ്റെ അരികിലായാണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇരിക്കാൻ ബെഞ്ചുകളും അതോടൊപ്പം ഒരു പുസ്തകവും ഉൾഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലാർക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതാവുന്നതാണ്. അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് തൊട്ടടുത്തായാണ് വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന സക്രാരി സ്ഥിതി ചെയ്യുന്നത്. എക്കോ വിൻഡോസിൻ്റെ ഉടമയായ ക്ലോസെക് ഒരു കരകൗശല വിദഗ്ധരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരു വലിയ സ്ഥാപനമുണ്ടാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലും യേശുവിനോട് പ്രാർത്ഥിച്ചായിരുന്നു അദ്ദേഹം ആശ്രയം കണ്ടെത്തിയിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം അന്ന് ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ഒരു വലിയ കമ്പനി സ്ഥാപിക്കാൻ ക്ലോസെക്കിന് സാധിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് ആശ്രയമായ ഈശോയെ തൻ്റെ ജീവനക്കാർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ സമയക്കുറവ് മൂലമോ അറിയാതിരിക്കരുത് എന്ന് ക്ലോസെക് ചിന്തിച്ചതിൻ്റെ ഫലമായാണ് ഈ ചാപ്പൽ. ജീവനക്കാർക്ക് ജോലി സമയങ്ങളിൽ അവിടെ പോകാം. വാഹനമില്ലാത്തവർക്ക് ചാപ്പലിലെത്താൻ കമ്പനി വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ ആത്മീയമായ വളർച്ചയ്ക്കായാണ് ചാപ്പൽ നിർമ്മിച്ചതെങ്കിലും അതിപ്പോൾ നാടിന് തന്നെ ഒരനുഗ്രഹമായി മാറിയിരിക്കുകയാണ്.